ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കായ ബജ്ജിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കായാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ കായ നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കായയുടെ കടഭാഗവും തുമ്പുഭാഗവും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ശരിക്കും ഇതാണ് കേട്ടോ കായ ബജ്ജിക്ക് എടുക്കണ കായ. ഇതിനെ ചെട്ടിക്കായ എന്നും പറയും. അപ്പോൾ നമുക്കിനി ഇത് ഇതേപോലെ നീളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളിങ്ങനെ കായ ബജ്ജിക്ക് എടുക്കുമ്പോൾ അവിടെ പരമാവധി നൈസായിട്ട് അരിഞ്ഞെടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ ഇതുപോലെ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ തൊലിയുടെ ഭാഗമാണ്. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കായ ബജ്ജിയുടെ കൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കായ ബജ്ജിയുടെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായ ബജ്ജിയുടെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗൾ കൊണ്ട് കുറച്ച് കടലമാവും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മാവ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് കടലമാവ് മൊത്തം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് അരിപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതൊക്കെയാണ് ഞാൻ കായ ബജ്ജിയുടെ മാവ് ഉണ്ടാക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ കായ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാണ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കായ ഈ മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ നിന്ന്. ഇനി അടുത്ത ട്രിപ്പ് കായ ബജിക്ക് എഴുതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കായ ബജിക്ക് അതെ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും കൂട്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിലല്ല, നല്ല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയുടെ അടുത്ത് തന്നെയാണ് കണ്ട മാവും ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുള്ളത്. കണ്ട ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇട്ടിക്കണം. ഇപ്പോഴും അങ്ങനെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള കായ ബജിയുടെ കഷ്ണങ്ങൾ കണ്ടോ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ മൊത്തം കായ കൊണ്ടും ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ തന്നെ ബജ്ജി നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ കായ ബജ്ജിയിലേക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി റെസിപ്പിയും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഈ കായ ബജ്ജിയിലേക്കും അതുപോലെ തന്നെ ബജ്ജി ഉള്ളിക്ക് കോമ്പിനേഷനായി കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഞാനിപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. സവാള ചമ്മന്തിയാണ് കേട്ടോ അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുക. അപ്പോൾ ഈ ചമ്മന്തി കായ ബജ്ജി, മുളക് ബജ്ജി, ഉരുളൻകിഴങ്ങ് ബജ്ജി, മുട്ട ബജ്ജി അതിലേക്കൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അരിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അവിടെ കരിയുമ്പോൾ കണ്ട സവാളയുടെ കൂണിൻ്റെ ഭാഗമില്ലേ അങ്ങനെ ഇതുപോലെ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അരിഞ്ഞു കൊടുക്കാം. കൂണിൻ്റെ ഭാഗം അരിഞ്ഞ് കളയുമ്പോഴാണ് നമുക്കിതിനെ ശരിക്കും ഇതുപോലെ ഇങ്ങനെ നല്ല അല്ലികളായിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ ഇങ്ങനെ കൂടി നിൽക്കണ പോലെ തോന്നും. അപ്പോൾ ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സവാള അതേ അരിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്.
വേണ്ട ഒരു ചെറിയ കഷ്ണം പുളി. വിനാഗിരി വേണമെങ്കിൽ പുളിക്ക് പകരം ഒഴിക്കാം, പക്ഷെ ഞാൻ പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം. എന്നിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാള ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേ മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ചമ്മന്തി. ഇത്രയുള്ള ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ബജ്ജി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ബജ്ജിക്കൊപ്പം കോമ്പിനേഷനായിട്ട് ഈ ചമ്മന്തിയും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.